സീനിയർ താരങ്ങൾ വിരമിച്ചാൽ ഇന്ത്യയുടെ കാര്യം പോക്കാണെന്ന് കരുതിയവർക്ക് തെറ്റി. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ യുവതാരങ്ങൾ നടത്തുന്ന വിപ്ലവം നിങ്ങൾ കാണുന്നുണ്ടോ? സീനിയർ താരങ്ങൾക്ക് പരിക്കേറ്റാലും റിട്ടയർ ചെയ്താലും അടുത്തത് ആര് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ത്യയുടെ യൂത്ത് ബ്രിഗേഡ് ഇതാ റെക്കോർഡുകൾ ഓരോന്നായി തകർത്ത് മുന്നേറുകയാണ്. ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ പുതിയ പോസിറ്റീവ് ഹെഡേക്ക്? നമുക്ക് നോക്കാം. ഇന്ത്യൻ ടീമിന്റെ ഈ പുതിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്ന ശുഭ്മാൻ ഗിൽ മാത്രമല്ല, ടെസ്റ്റ് ക്രിക്കറ്റിലും T20യിലും ഒരുപോലെ തിളങ്ങുന്ന പുതിയ ബാറ്റിംഗ് ഓർഡറാണ് പ്രധാന കരുത്ത്. നമ്പർ 3 പൊസിഷനിൽ ദേവ്ദത്ത് പടിക്കലും മധ്യനിരയിൽ ധ്രുവ് ജുരലുമെല്ലാം കാണിക്കുന്ന സ്ഥിരത ടീമിനെ നൽകുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ഇനി 2020യിലേക്ക് നോക്കിയാൽ വൈഭവിനെയും അഭിഷേകിനെയും പോലുള്ള ഒരു ഡൈനാമിക് നിര തന്നെയുണ്ട്. ഏത് സമ്മർദ്ദഘട്ടത്തിലും ടീമിനെ മുന്നോട്ട് നയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഈ താരങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബോളിംഗിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളിലൂടെ കളം നിറയുന്ന മാനവ് സുധർനെ പോലെയുള്ള സ്പിന്നർമാരും പേസ് പട നയിക്കുന്ന പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യൻ ബോളിംഗിന് മൂർച്ച കൂട്ടുന്നു. ഗുർനൂർ ബ്രാർ, ആക്കിബ് നബി തുടങ്ങിയ പേസർമാരിലും ഇന്ത്യയുടെ പുതുഭാവി പ്രതീക്ഷിക്കാം. എതിരാളികളുടെ വിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും തെറിപ്പിക്കാൻ പോകുന്ന തരത്തിൽ തന്നെയാണ് ഈ യുവ പേസ് സ്പിൻ കോംബോയുടെ മുന്നേറ്റം. ഇവിടെ തന്നെയാണ് ടീം മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ തലവേദനയും ഉണ്ടാകുന്നത്. ഒരേ പൊസിഷനിലേക്ക് മാറ്റിവെക്കാൻ കഴിവുള്ള 4-5 കളിക്കാർ നമുക്കുണ്ട്. ആരെ മാറ്റും, ആരെ ഇറക്കണം? ഈ ബെഞ്ച് സ്ട്രെങ്ത് തന്നെയാണ് വരാനിരിക്കുന്ന ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധവും. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാക്കിവെച്ച സാമ്രാജ്യം ഇനി ചെറുപ്പക്കാരുടെ കൈകളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പുതിയ ഇന്ത്യൻ നിരയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന യുവതാരം ആരായിരിക്കും? പടിക്കലോ, വൈഭവോ, അതോ ബോളിംഗ് നിരയിലെ മറ്റാരെങ്കിലും ആയിരിക്കുമോ? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്യൂ.